നിങ്ങളുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ആയെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ A5 ബുക്കോ അല്ലെങ്കിൽ A4 ബുക്കോ ഡ്രോയിങ് ബുക്ക് നിങ്ങൾ വാങ്ങി അതിൽ തന്നെ വരച്ച് തുടങ്ങുക. കാരണം പേപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഏത് പേജിലാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ഒരു പേജിൽ നിങ്ങൾ ആ ഒരു വരയ്ക്കുന്ന ആ ദിവസത്തെ ഡേറ്റും ആ ഒരു വർഷവും എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസം വരച്ച് പോവുക. എന്നിട്ട് ഒരു കുറേ കഴിഞ്ഞിട്ട്, ഇപ്പം നിങ്ങൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്തൊരു ബുക്ക് വാങ്ങി അതിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾ ഒരു കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയതായിട്ട് വരച്ച ഡ്രോയിങ്ങും നിങ്ങൾ ആദ്യം വരച്ച് തുടങ്ങിയ ഡ്രോയിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. നിങ്ങൾ വരച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ നല്ല നല്ല ഡ്രോയിങ്ങൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളോട് പറയും നിങ്ങൾ പഴയതിലും ബെറ്ററായിട്ട് വരയ്ക്കുന്നുണ്ടെന്ന കാര്യം. അവർ തന്നെ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തരും. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും തന്നെ ഡ്രോയിങ് ചെയ്യുക. ഇല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഡ്രോയിങ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഡ്രോയിങ് ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.